ഇവിടെ നമുക്കൊരു സ്റ്റെയർ കാണുന്നുണ്ട്, കയറാൻ പറ്റുമെന്നറിയില്ല, നോക്കട്ടെ. ഓക്കെ, ഓപ്പണാണ്. അതായത് ഇവിടെ അങ്ങനെ റൂം കിടക്കുകയാണ്. ജസ്റ്റ് മേലെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. നമ്മുടെ ആൽമരം ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. അതായത് ഇത് ഓരോ മുറിയാട്ടോ. ഞാൻ അവിടെ നിന്നാണ് കയറിയത്. ഇതിങ്ങനെ 1, 2 അടുത്ത മുറിയിലേക്ക് കയറി, പിന്നെ വീണ്ടും അടുത്ത മുറിയിലേക്ക് കയറി. ജസ്റ്റ് പുറത്തേക്ക് ഇവിടുന്ന് വ്യൂ ഉണ്ട്, കാണിച്ചു തരാം. വീണ്ടും അടുത്ത മുറിയിലേക്ക് കയറി. അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള മുറികളാണ്. അതായത് ലെഫ്റ്റ് സൈഡിലേക്കും വഴിയുണ്ട്, റൈറ്റ് സൈഡിലേക്കും വഴിയുണ്ട്. സോ നമ്മൾ എല്ലായിടത്തും പോകണില്ല. ഇതേപോലെ തന്നെയാണ് അപ്പുറത്തും. അപ്പോൾ നമുക്ക് മേലെ എങ്ങനെയാണെന്നുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കയറിയതാണ്. ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ ജയന്തിൻ്റെ അന്ന് ആൽമരത്തിൻ്റെ അവിടെ പ്രോഗ്രാംസ് ഉണ്ടാവും. ആ സമയത്ത് നമുക്കിതിൻ്റെ മേലെ നിന്ന് കാണാൻ പറ്റും പരിപാടി. ഈ പലക കിളകി കിടക്കുകയാണ്. നോക്കി നടന്നില്ലെങ്കിൽ താഴെ ഉണ്ടാവും. അടിപൊളി. അപ്പോൾ ഇനി ജസ്റ്റ് നമുക്കിനി പുറത്തെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ സമയം 5 മണി. എല്ലാവരും അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടെ ഒരു 7:30 സമയമാകുമ്പോൾ തൃപ്പൂക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അതിനാണ് അധികം ആളുകളും വരാറുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ അമ്പലത്തിൻ്റെ ചുറ്റുവട്ട കാഴ്ചകൾ കാണിച്ചു തരാം. ഈ കാണുന്ന കെട്ടിടം കണ്ടോ, ഇതിൻ്റെ മേലെയാണ് നമ്മൾ നേരത്തെ കയറിയത്. അതായത് ഈ ജനലിൽ കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു വ്യൂ കാണിച്ചു തന്നത്. അപ്പോൾ ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് എന്താ പറയുക, നമ്മുടെ ഇപ്പോഴത്തെ ഹോട്ടലുകളൊക്കെ ഇല്ലേ, ഹോം സ്റ്റേ, അതുപോലത്തെ സെറ്റപ്പാണ്. പണ്ട് ഇവിടെ വരുന്ന കലാകാരന്മാരൊക്കെ അക്കോമഡേറ്റ് ചെയ്തിരുന്നത് ഈ കാണുന്ന മുറികളിലാണ്. അപ്പോൾ കുറേയൊക്കെ നല്ല രീതിയിലാണ്, കുറേയൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക്, അതായത് ദേവസ്വം സ്റ്റാഫാണ് ഇപ്പോൾ ഇവിടെയൊക്കെ താമസിക്കുന്നതെന്ന് പറയുന്നത്. അവർക്കുള്ള അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഈ അമ്പലത്തിന് ചുറ്റും തന്നെയാണ്. അങ്ങനെ നടന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഫ്രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ഇതിങ്ങനെ നടന്ന് നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാം. അതായത് ചെമ്പകശ്ശേരി പാലസ് നിലനിന്നിരുന്ന സ്ഥലവും
നമ്മുടെ അമ്പലപ്പുഴ അമ്പലം, അതിൻ്റെ ഒരു ടൂറ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിനെക്കുറിച്ചുള്ള കമൻറ്റ് പറയുക. ഇതുപോലുള്ള ഹെറിറ്റേജ് അതേപോലെ ഹിസ്റ്ററി താല്പര്യമുള്ള ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് വഴി നമുക്ക് അകത്തേക്ക് കയറാം. കണ്ടോ, ലാറ്ററൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. അതുകൊണ്ട് പൊളിഞ്ഞിട്ടുന്നത് കാണാൻ പറ്റും. അതായത് ലാറ്ററൈറ്റാണ്, ഫുള്ള് ലാറ്ററൈറ്റാണ് ഇത് പണിതിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ അന്നദാനം നടത്തുന്ന റൂമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഈ ഒരു നിരന്നിട്ടുള്ള ഇതൊരു വലിയ ഹാളാണ്. ഈ ഹാളിലാണ് അന്നദാനം കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് വിഗ്രഹം കൊണ്ടുവന്നിട്ട് ഇറക്കിയ ഒരു സ്ഥലമുണ്ട്. പണ്ടൊക്കെ വാട്ടർ വേസ് ആയിരുന്നു, അതായത് ജലഗതാഗതമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഇവിടെയൊക്കെ പ്രതിഷ്ഠ നടത്തിയിരുന്നത്. അപ്പോൾ ഒരു തോടുണ്ട്, ആ തോട് കരുമാടിയിൽ നിന്നും കണക്ട് ചെയ്യുന്നൊരു തോടാണ്. അപ്പോൾ ഇവിടെ വിഗ്രഹം ഇറക്കിയിട്ട് ഇവിടെ പൂജിച്ച് അകത്തേക്ക് കയറ്റി എന്നുള്ളതാണ് ഐതിഹ്യം. അപ്പോൾ ആ ഒരു സ്ഥലമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ഇറക്കിക്കുടി കളിത്തട്ട് എന്ന് പറയും. അവിടെ ഇറക്കി പൂജിച്ചതിനാലാണ് അങ്ങനെ ഇറക്കി പൂജ എന്നൊക്കെ പറയും. അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഊട്ടുപുരയുടെ ഒരു ഏരിയയാണിത്. ഈ കാണുന്നതാണ് ഊട്ടുപുര. ഇത് ബസ് സ്റ്റോപ്പും കൂടെയാണ്. നമ്മുടെ ഈ ഇറക്കിക്കുടി കളിത്തട്ടിൻ്റെ അവിടെ തന്നെയാണ് ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. സോ അത് ഇതാണ് ഞാൻ പറഞ്ഞ ഇറക്കിക്കുടി കളിത്തട്ട്. ഇവിടെ വിളക്ക് എന്നും കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ചു നോക്കുക. അപ്പോൾ അതാണ് ഇറക്കിക്കുടി കളിത്തട്ട്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് തുഞ്ചൻ നമ്പ്യാരുടെ മൊണോമെൻ്റാണ്. അതിപ്പോൾ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മൊണോമെൻറ്റ്. ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു. ഇതിൻ്റെ പണിയൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്തു തരാം. അങ്ങനെ നമ്മൾ വീണ്ടും നടന്ന് നമ്മൾ അമ്പലത്തിൻ്റെ മുൻഭാഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ആനക്കൊട്ടിയൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഇവിടെ അമ്പലപ്പുഴ വിജയകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു ആന ഉണ്ടായിരുന്നു.